പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ വെബ് ലെക്ചർ സീരീസിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. അതോടൊപ്പം ദലിത് വിമർശനം എന്ന വിഷയത്തിൽ ഇത്തരമൊരു ലെക്ചർ നിർവഹിക്കുന്നതിനായി എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ വി റീജയോടുള്ള നന്ദി ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ മുൻപേ അറിയിക്കുകയാണ്. ദലിത് വിമർശനം സാഹിത്യവുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ സാഹിത്യത്തിൽ അത്തരമൊരു വിമർശന പദ്ധതിയെ രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ ഒരു വലിയ സാമൂഹ്യ ചരിത്രം പ്രവർത്തിക്കുന്നുണ്ട്. ആ സാമൂഹ്യ ചരിത്രം യഥാർത്ഥത്തിൽ ഇന്ത്യയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല താൻ. ദലിത് ജീവിതവും ദലിത് അനുഭവങ്ങളും ദലിത് ബോധവും യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ദലിത് അവബോധം അല്ലെങ്കിൽ ദലിത് വിമർശനം രൂപം കൊള്ളുന്നതിന് പിന്നിൽ ലോകചരിത്രത്തിലേക്ക് നീളുന്ന വേരുകളുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അമേരിക്കയിൽ നടക്കുന്ന ചില ജനകീയ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ അമേരിക്കൻ പോലീസ് അങ്ങേയറ്റം മനുഷ്യവിരുദ്ധമായ രീതിയിൽ, ക്രൂരമായ രീതിയിൽ കഴുത്ത് ഞെരിച്ച് കൊന്ന അനുഭവം നമ്മുടെ കൺമുമ്പിലാണ് നടന്നത്. അമേരിക്കയിലെ ഓരോ തെരുവുകളിലും നഗരങ്ങളിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വൻ ജനകീയ പ്രക്ഷോഭങ്ങൾ യഥാർത്ഥത്തിൽ ബ്ലാക്ക് ലിവ്സ് മാറ്റർ എന്നുള്ള ഒരു ഹാഷ്ടാഗിൻ്റെ കീഴിൽ പെട്ടെന്ന് ഉണ്ടായ ഒന്നല്ല. മറിച്ച് നൂറ്റാണ്ടുകളായി തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ജനകീയ സമരങ്ങളുടെ ഒരു തുടർച്ചയിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ബ്ലാക്ക് ലിവ്സ് മാറ്റർ എന്ന ഈ സമരവും നടന്നുകൊണ്ടിരിക്കുന്നത്. കൊളോണിയലിസത്തിന്റെ ഭാഗമായി, കൊളോണിയലിസത്തിന്റെ സമയത്തും കൊളോണിയലിസത്തിന് ശേഷവുമായി കറുത്ത വർഗ്ഗക്കാരുടെ വലിയ തോതിലുള്ള സമരങ്ങൾ, സംഘാടനങ്ങൾ, മുന്നേറ്റങ്ങൾ ഒക്കെ നടക്കുകയുണ്ടായിട്ടുണ്ട്. വിശേഷിച്ചും ആഫ്രിക്കയിൽ കൊളോണിയലിസം എങ്ങനെയാണ് അവിടെയുള്ള കറുത്ത മനുഷ്യരെ അങ്ങേയറ്റം വിവേചനങ്ങൾക്കിരയാക്കിയത് എന്നത് ലോക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെതിരായ മൂവ്മെൻറ്റുകൾ രൂപം കൊള്ളുന്നത് കൊളോണിയലിസത്തിൽ നിന്ന് തന്നെ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് എന്നതാണ് അതിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം. 1930കളിലാണ് ആഫ്രിക്കയിൽ നെഗ്രിറ്റ്യൂഡ് പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. നമുക്ക് പരിചിതനായ കവിയും സാംസ്കാരിക ചിന്തകനുമായ ആമി സിസേറിനെ പോലുള്ളവരായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നു. അന്നത്തെ സെനഗലിന്റെ പ്രസിഡന്റായ സെൻഗോറിനെ പോലുള്ളവരൊക്കെ അന്ന് ആ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലുണ്ട്. ബ്ലാക്ക് കോൺഷ്യസ്നെസ്, കറുത്ത അവബോധം എന്ന ഒരു സങ്കല്പനം തന്നെ ആ പ്രസ്ഥാനം അവതരിപ്പിക്കുകയുണ്ടായി. കറുപ്പ് ഒരു സാംസ്കാരിക ചിഹ്നമാണെന്നും അതൊരു വലിയ ഊർജസ്രോതസ്സാണെന്നും അതൊരു വലിയ പാരമ്പര്യമാണെന്നും അതിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് പുതിയ കാലത്ത് മനുഷ്യർ വളരേണ്ടത് എന്നുമുള്ള കാഴ്ചപ്പാട് നെഗ്രിറ്റ്യൂഡ് പ്രസ്ഥാനം ലോകത്തിന്റെ മുമ്പിൽ വെക്കുകയുണ്ടായി. രാഷ്ട്രീയമായ ചില പരിഗണനകളും ആ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. പാൻ ആഫ്രിക്കൻ ദേശീയത പോലുള്ള സങ്കല്പങ്ങൾ അവർ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആഫ്രിക്ക ഒന്നാകെ ഒരൊറ്റ ദേശീയതയായി സങ്കല്പിക്കപ്പെടുന്ന, അങ്ങനെ കറുപ്പിൽ അധിഷ്ഠിതമായ ഒരു വിശാല സാഹോദര്യം രൂപപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും നെഗ്രിറ്റ്യൂഡ് പ്രസ്ഥാനം അന്ന് അവതരിപ്പിക്കുകയുണ്ടായി. 1930കളിൽ രൂപം കൊണ്ട ഈ പ്രസ്ഥാനത്തിന് പിന്നീട് ലോകത്തിന്റെ പല ഭാഗത്ത് തുടർച്ചകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് അമേരിക്കയിൽ ബ്ലാക്ക് ഈസ് ബ്യൂട്ടിഫുൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. യൂറോപ്പിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുന്നത്. ആഫ്രിക്കയിൽ തന്നെ പിൽക്കാലത്ത് അതിന്റെ നിരവധി കറുത്ത വർഗ്ഗക്കാരുടെ നിരവധി പ്രസ്ഥാനങ്ങളുടെ തുടർച്ചയുണ്ടാവുന്നത്, അമേരിക്കയിൽ ബ്ലാക്ക് പാന്തേഴ്സ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത് ഒക്കെ ഇതിന്റെ ഒരു തുടർച്ചയിലാണ്. അത്
വലിയ തോതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഒരു ഒരു കൊളോണിയലിസത്തോടുള്ള ഒരു 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 പ്രതികരണം എന്നുള്ള രീതിയിലാണ് അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ രൂപം കൊണ്ടത്. ആ പ്രസ്ഥാനങ്ങളുടെ ഒരു അതിനോട് സമാനത പുലർത്തുന്ന, മുഴുവൻ അർത്ഥത്തിലുമല്ല, തനതായ ഒട്ടേറെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും സമാനത പുലർത്തുന്ന ഒരു അനുഭവമായിരുന്നു ഇന്ത്യയിലെ ദലിത് അനുഭവവും. പക്ഷേ കറുത്ത വർഗ്ഗക്കാരുടെ പ്രശ്നങ്ങളെക്കാൾ ആഴമേറിയ മറ്റു ചില തലങ്ങൾ ഇന്ത്യയിലെ ദലിത് അനുഭവങ്ങൾക്കുണ്ട്. കാരണം കൊളോണിയലിസത്തിന് മുമ്പ് തന്നെ എത്രയോ കാലമായി നിൽക്കുന്ന വലിയൊരു എപ്പാർത്തീഡിന്റെ, വലിയൊരു വിവേചനത്തിന്റെ ചരിത്രഭാരം പേറിയവരാണ് ഇന്ത്യയിലെ ദലിത് സമൂഹം. നൂറ്റാണ്ടുകൾ, കൃത്യമായി പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾ, ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ അതിന്റെ മനുഷ്യവിരുദ്ധമായ ശ്രേണീകരണത്തിൽ ഏറ്റവും അടിത്തട്ടിൽ പ്രതിഷ്ഠിച്ചത് ഇന്ത്യയിലെ ദലിത് സമൂഹത്തെയാണ്. ഇത് യഥാർത്ഥത്തിൽ കൊളോണിയലിസ്റ്റ് ശക്തികൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിൽ ദലിത് സമൂഹങ്ങൾക്ക് അത് പോസിറ്റീവായിട്ടാണ്, ഗുണാത്മകമായിട്ടാണ് ഭവിച്ചത്. മറ്റു പലയിടങ്ങളിലും, ലോകത്തെ പലയിടങ്ങളിലും, വിശേഷിച്ചും കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ കൊളോണിയലിസമാണ് അവരുടെ അഭിമാനത്തെ ചവിട്ടിത്താഴ്ത്തുന്ന വിധം അവരെ വിവേചനങ്ങൾക്ക് വിധേയമാക്കിയതെങ്കിൽ ഇവിടെ കൊളോണിയലിസം ഇന്ത്യയിലെ ദലിത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിമോചക സ്വഭാവമുള്ള ഒന്നായിരുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ കൊളോണിയലിസത്തിന്റെ ആശയപരമായ ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ വലിയ തോതിലുള്ള ദലിത് മൂവ്മെന്റുകൾ രൂപം കൊള്ളുന്നത്, ദലിത് പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ ജാതിക്കെതിരായുള്ള, ജാതി വ്യവസ്ഥയ്ക്കെതിരായുള്ള, മനുഷ്യരെ ശ്രേണീകരിക്കുന്നതിനെതിരായുള്ള പ്രതികരണങ്ങൾ ജാതി വ്യവസ്ഥയോടൊപ്പം തന്നെ ഇന്ത്യയിൽ വികസിച്ചിട്ടുണ്ട്. കൊളോണിയലിസ്റ്റ് ശക്തികളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജാതി വ്യവസ്ഥയ്ക്കെതിരായ അല്ലെങ്കിൽ ജാതി വിരുദ്ധ പ്രത്യയശാസ്ത്രത്തിന്റെ ചില അലയൊലികൾ നമ്മൾ കേൾക്കും. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ ജീവിച്ചിരുന്ന ബസവേശ്വരന്റെ തത്വചിന്ത അങ്ങനെയുള്ള ഒന്നായിരുന്നു. ബസവേശ്വരൻ, യഥാർത്ഥത്തിൽ ബസവേശ്വര പ്രസ്ഥാനം ഒരു ബ്രാഹ്മണ നവീകരണ പ്രസ്ഥാനമായിരുന്നെങ്കിലും അത് അടിസ്ഥാനപരമായി ജാതി പ്രത്യയശാസ്ത്രത്തിന്റെ അടിവേരിറക്കുന്ന ഒരു സമീപനമായിരുന്നു. മനുഷ്യരെ ശ്രേണീകരിക്കുന്നതിന്റെ യുക്തിയെയാണ് അത് ചോദ്യം ചെയ്തത്. 13ാം നൂറ്റാണ്ടിലാണ് ചൊക്കാമല വരുന്നത്. ചൊക്കാമല ഒരു ദലിത് കവിയായിരുന്നു, ഒരു ദലിത് നാടോടി ഗായകനായിരുന്നു. ചൊക്കാമലയുടെ പാട്ടുകളിൽ നമ്മൾ കാണുക അങ്ങേയറ്റം ദൈന്യതയാർന്ന വിലാപങ്ങളാണ്. ചൊക്കാമല ചോദിച്ചത് മുഴുവൻ മേൽജാതിക്കാരോടാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ അകറ്റി നിർത്തുന്നത് എന്നാണ്. ദൈവത്തോടാണ്. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഞങ്ങൾ നിന്നെ ആരാധിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഉയർത്തിയത്. ചൊക്കാമലയുടെ ചോദ്യങ്ങൾ 13ാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. പക്ഷേ കൊളോണിയലിസം വന്നതിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നത് കൊളോണിയലിസ്റ്റ് ശക്തികൾ, കൊളോണിയലിസ്റ്റ് ഭരണകൂടങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ, വിശേഷിച്ചും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പോലുള്ള നിയമങ്ങൾ, ഇന്ത്യയിൽ നിലവിലിരുന്നിരുന്ന മനുഷ്യന്റെ അസമത്വത്തിലൂന്നിയ നിയമങ്ങളെ, സാമൂഹ്യ നിയമങ്ങളെ, ബ്രാഹ്മണികമായ നിയമങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അതിന് മുകളിൽ നിൽക്കുകയും ചെയ്തു. സമത്വത്തിലൂന്നിയ നിയമങ്ങളായിരുന്നു ഒരു പരിധിവരെ അന്ന് ബ്രിട്ടീഷ് ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൊക്കെ ഉണ്ടായിരുന്നത്. അടിസ്ഥാനപരമായി ജാതിവിരുദ്ധ പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഈ അർത്ഥത്തിൽ കൊളോണിയലിസ്റ്റ് നിയമവ്യവസ്ഥ എന്ന് നമുക്ക് പറയാനാവും. അതിന്റെ കൂടി ഊർജത്തിലാണ് 19ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇന്ത്യയിലുടനീളം ദലിത് അവബോധത്തിലൂന്നിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത്. വിശേഷിച്ചും മഹാരാഷ്ട്രയിൽ മഹാത്മാ ഫൂലെയുടെ, ജ്യോതിബ ഫൂലെയുടെ നേതൃത്വത്തിൽ, ജ്യോതിബ ഫൂലെയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന സാവിത്രിബായ് ഫൂലെയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം, അവ കേവലം ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം മാത്രമായിരുന്നില്ല. അത് മറിച്ച് കൃത്യമായും ജാതിവിരുദ്ധ പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യുകയും കടുത്ത വിമർശനത്തിന് വിധേയമാക്കുകയും ചെയ്ത ഒരു പുതിയ വിമർശനാവബോധം രൂപപ്പെടുത്തുന്നത് കൂടിയായിരുന്നു അത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല. മഹാരാഷ്ട്രയിൽ മഹാത്മാ ഫൂലെ സ്ഥാപിച്ച സത്യശോധക് സമാജത്തിന്റെ പ്രവർത്തനങ്ങളെപ്പോലെ തന്നെ അക്കാലത്ത് UP-യിൽ ആദി ഹിന്ദു പ്രസ്ഥാനമുണ്ടാകുന്നുണ്ട്, ബംഗാളിൽ നാമശൂദ്ര പ്രസ്ഥാനമുണ്ടാകുന്നുണ്ട്, ആന്ധ്രാപ്രദേശിൽ ആദി ആന്ധ്ര പ്രസ്ഥാനമുണ്ടാകുന്നുണ്ട്, തമിഴ്നാട്ടിൽ ആദി ദ്രാവിഡ പ്രസ്ഥാനം,
കേരളത്തിൽ സമത്വ സമാജം, അയ്യാ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം, അതിന്റെ തുടർച്ചയായി വന്ന ശ്രീനാരായണ പ്രസ്ഥാനം, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇന്ത്യ ഒട്ടാകെ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു 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 വലിയ മൂവ്മെന്റ് 19-ാം നൂറ്റാണ്ടിൽ രൂപം കൊള്ളുന്നതിന് പിന്നിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കൊളോണിയലിസം മുന്നോട്ട് വെച്ച സമത്വത്തിലൂന്നിയ ആശയാവലികളുമായും നിയമവ്യവസ്ഥയുമായും അതിന് ബന്ധമുണ്ട് എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമാവുമ്പോഴേക്ക് ബാബാ സാഹേബ് അംബേദ്കർ രംഗത്ത് വരുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് അംബേദ്കർ ജനിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ അംബേദ്കർ ഈ മഹാത്മാ ഫൂലെയിലൂടെയൊക്കെ രൂപീകരിക്കപ്പെട്ട ഒരു ദലിത് അവബോധത്തെ കൂടുതൽ വികസ്വരമാക്കി തീർക്കുന്നുണ്ട്. സാമൂഹിക മുന്നേറ്റം എന്നുള്ള രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മഹാത്മാ ഫൂലെയുടെയും അതുപോലെ നാമശൂദ്ര പ്രസ്ഥാനം, അതുപോലെ ആദി ദ്രാവിഡ പ്രസ്ഥാനം, ആദി ആന്ധ്ര പ്രസ്ഥാനം, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സാമൂഹിക മുന്നേറ്റങ്ങളായാണ് രൂപം കൊണ്ടതെങ്കിൽ അംബേദ്കർ ആ സാമൂഹിക മുന്നേറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ആ സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് പ്രത്യയശാസ്ത്രപരമായ ബലം പകരുക കൂടിയുണ്ടായി. ദലിത് അവബോധത്തെ ഒരു ജ്ഞാന പദ്ധതിയായി വികസിപ്പിക്കുന്നതിൽ, അതിനെ ജ്ഞാനശാസ്ത്രപരമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, നിലനിൽക്കുന്ന സാമ്പ്രദായികമായ അധീശത്വ വ്യവസ്ഥകളെ ജ്ഞാനശാസ്ത്രപരമായി തന്നെ ചോദ്യം ചെയ്യുന്നതിൽ അംബേദ്കർ നിർവഹിച്ച പങ്ക് ഇന്ത്യയിൽ ഒരു ദലിത് കോൺഷ്യസ്നസ്, ഒരു ദലിത് അവബോധത്തെ രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ദലിത് അവബോധത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ദലിത് വിമർശനം എന്നുള്ള സങ്കല്പത്തെ നോക്കിക്കാണേണ്ടത്. ദലിത് എന്നുള്ള പദത്തിന്റെ എറ്റിമോളജിയെ സംബന്ധിച്ച്, അതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങളുണ്ട്. ഹീബ്രു ഭാഷയിൽ നിന്ന് രൂപപ്പെട്ട പദമാണ് അത് എന്നുള്ള ഒരു അഭിപ്രായം പ്രബലമായി നിൽക്കുന്നുണ്ട്. എന്നാൽ സംസ്കൃതത്തിൽ അത്തരമൊരു പദം നേരത്തെ തന്നെ നിലവിലുണ്ട്. മാത്രമല്ല അതിന്റെ അർത്ഥം ഏതാണ്ട് ഈ ഒരു പ്രസ്ഥാനത്തോട് യോജിക്കുന്നതുമാണ്. പിളർക്കപ്പെട്ടത് എന്നാണ് ദലിത് എന്ന പദത്തിന് സംസ്കൃതത്തിൽ അർത്ഥം. പിളർക്കപ്പെട്ടത്, തകർക്കപ്പെട്ടത്, ചിതറപ്പെട്ടത്, കഷ്ണങ്ങളായി പോയത് എന്നുള്ളതൊക്കെയാണ് അർത്ഥം. ആ അർത്ഥത്തിൽ സംസ്കൃത ഭാഷയിലും കാവ്യങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണത്. മലയാളത്തിൽ തന്നെ എഴുത്തച്ഛനും കുമാരനാശാനും ഒക്കെ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ കൃഷ്ണനെ കുറിക്കാൻ വേണ്ടി ദലിതദേഹം, യുദ്ധരംഗത്തു നിന്നുള്ള കൃഷ്ണനെ ദലിതദേഹം എന്ന് കൃഷ്ണന്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് എഴുത്തച്ഛൻ. മുറിഞ്ഞുപോയ ശരീരം എന്ന്, പിളർക്കപ്പെട്ട ശരീരം എന്ന്. നളിനി എന്ന കാവ്യത്തിൽ നളിനി ദിവാകരന്മാരുടെ ആ തളർച്ചയെ കുറിക്കാൻ വേണ്ടിയിട്ട് ദലിത ഹൃദയം എന്ന് ആശാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊന്നും ജാതിയുമായി ബന്ധപ്പെടുത്തിയായിരുന്നില്ല, മറിച്ച് പിളർക്കപ്പെട്ട എന്നൊരർത്ഥത്തിലായിരുന്നു. ആ പദത്തിനെ ഇന്ത്യയിലെ അധസ്ഥിതരായ മനുഷ്യരുടെ, അധസ്ഥിതർ എന്നുള്ള പദം ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പദമാണ്. ഡിപ്രസ്ഡ് ക്ലാസ് എന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പദം. അതിന്റെ തർജ്ജമയാണ് അധസ്ഥിതർ. അധസ്ഥിതർ എന്ന വിഭാഗത്തെ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരമൊരു പദം കൃത്യമായി ഉപയോഗിക്കുന്നത്, അങ്ങേയറ്റം ധ്വനിസാധ്യതകളുള്ള ഈ പദം ആദ്യമായി ഉപയോഗിക്കുന്നത് മഹാത്മാ ഫൂലെയാണ്. ദലിതോദ്ധാർ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഫൂലെ ഉപയോഗിച്ച ഈ വാക്കിനെ രാഷ്ട്രീയമായി വളരെ സമർത്ഥമായി ഉപയോഗിച്ച ഒരാൾ ബാബാ സാഹേബ് അംബേദ്കറാണ്. അംബേദ്കർ ദലിത് എന്നുള്ള പദത്തിനെ അധസ്ഥിതരായ മനുഷ്യരെ മുഴുവൻ കുറിക്കുന്ന ഒരു വാക്കായി അതിനെ ഉപയോഗിക്കുകയുണ്ടായി. അദ്ദേഹം ഒട്ടേറെ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അംബേദ്കർ അധസ്ഥിതർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ആദിശൂദ്രർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ അൺടച്ചബിൾസ്, അയിത്തജാതിക്കാർ എന്നുള്ള വാക്ക് അംബേദ്കർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ അവസ്ഥയെ കുറിക്കാൻ അംബേദ്കർ പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അതിനൊടുവിൽ അംബേദ്കർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദലിത് എന്നുള്ള വാക്ക്. ആ വാക്കിന് രാഷ്ട്രീയമായ മുനകളുണ്ട്. ഹിന്ദു മതത്തിൽ പെട്ടതല്ല ദലിതർ എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ഹിന്ദുമതത്തിലെ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് പുറത്താണ് ദലിതർ. ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് പുറത്തു നിൽക്കുന്നവരാണ് ദലിതർ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഹിന്ദുമതത്തിൽപ്പെട്ടവരല്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഹിന്ദുമതത്തിനകത്ത് രാഷ്ട്രീയമായ ഉള്ളടക്കം അദ്ദേഹം അവകാശപ്പെട്ടിട്ടുമുണ്ട്. ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ
ദലിതരെ കുറിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ നോൺ കൺഫോമിസ്റ്റ് ഹിന്ദു, പ്രൊട്ടസ്റ്റന്റ് ഹിന്ദു തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദു സമുദായത്തിനകത്ത് നോൺ കൺഫോമിസ്റ്റ് ആയി നിൽക്കുന്ന, പ്രൊട്ടസ്റ്റന്റ് ആയി നിൽക്കുന്ന ഒരു വിഭാഗം എന്നുള്ള രീതിയിൽ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അംബേദ്കർ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ദലിത് എന്നുള്ള പദത്തിന്റെ ഉപയോഗം അങ്ങേയറ്റം രാഷ്ട്രീയമായ ഒരു ഉപയോഗമായിരുന്നു എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. പിന്നീട് അംബേദ്കറിന് ശേഷം ആ പദത്തിനെ കൂടുതൽ വികസിപ്പിക്കപ്പെടുന്നുണ്ട്. വിശേഷിച്ചും മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദലിത് പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ട ഒരു സ്ഥലം. വലിയ തോതിലുള്ള ദലിത് മുന്നേറ്റങ്ങൾ നടന്ന സ്ഥലമാണ് മഹാരാഷ്ട്ര. ദലിത് പാന്തേഴ്സ് പ്രസ്ഥാനം പോലുള്ള വലിയ മൂവ്മെന്റുകളൊക്കെ രൂപം കൊണ്ടത് മറാത്തിയിലായിരുന്നു. നാംദേവ് ദസലിനെ പോലുള്ള കവികൾ, മറാത്തിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് നാംദേവ് ദസൽ. നാംദേവ് ദസൽ ഒരു ദലിത് കവിയാണ്. ദസലിനെ പോലുള്ള കവികൾ ദലിത് എന്നുള്ള പദത്തെ കുറെ കൂടി സമഗ്രമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ദസൽ ദലിത് എന്നുള്ള വാക്കുകൊണ്ട് അധസ്ഥിതരായ അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരാവുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാനാവുന്ന ഒരു പദം എന്നുള്ള രീതിയിൽ ദലിത് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ദലിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന്റെ മാനിഫെസ്റ്റോയിൽ, അതിന്റെ പ്രകടന പത്രികയിൽ തന്നെ ആ പദം അങ്ങനെയാണ്. അതായത് ഏതെല്ലാം തരത്തിൽ ലോകത്തിൽ ആരൊക്കെ വിവേചനങ്ങൾക്ക് വിധേയരാകുന്നുണ്ടോ അവരെയൊക്കെ കുറിക്കാൻ ഉപയോഗിക്കാവുന്ന പദം എന്നുള്ള രീതിയിലാണ് ദലിത് എന്നുള്ള പദത്തിനെ കാണേണ്ടത് എന്ന് ദലിത് പാന്തേഴ്സ് മാനിഫെസ്റ്റോ പറയുന്നതായി ഗെയിൽ ഓംബത്തിനെ പോലുള്ള ചിന്തകർ രേഖപ്പെടുത്തുന്നുണ്ട്. ഗംഗാധർ പാണ്ഡവൻ മറാത്തിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദലിത് ആക്ടിവിസ്റ്റാണ്, പത്രാധിപരാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ ദലിത്തിനെ ഒരു അംബ്രല ടേമായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തരം വിവേചനങ്ങൾക്കിരയാവുന്ന മനുഷ്യർക്കും ഒരുമിക്കാവുന്ന ഒരു വാക്കിന്റെ തണലായി ദലിത് എന്നുള്ള പദത്തിനെ ഗംഗാധർ പാണ്ഡവൻ കാണുന്നത് നമുക്ക് കാണാനാവും. അത്തരത്തിൽ ഒരു സമഗ്രമായ എല്ലാ തരത്തിലുള്ള അധസ്ഥിതത്വത്തിനും, എല്ലാ തരത്തിലുള്ള അരികുവൽക്കരണങ്ങൾക്കും, എല്ലാ തരത്തിലുള്ള വിവേചനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രതിരോധ പദമായി ദലിത് എന്ന പദം രൂപപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട്. ഈ ദലിത് അവബോധം 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഇന്ത്യയിൽ ദൃശ്യമാവുന്ന ഈ ദലിത് അവബോധം യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ മുമ്പേ തന്നെ അത് ആരംഭിക്കുന്നുണ്ട്. വിശേഷിച്ചും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിൽ 30കളിലും 40കളിലും 1830കളിലും 40കളിലും ഒക്കെയായി അന്നത്തെ തിരുവിതാംകൂറിന്റെ തെക്കേ അറ്റത്തുണ്ടായിരുന്ന തിരുച്ചെന്തൂരിൽ ആരംഭിച്ച സമത്വ സമാജം തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, അയ്യാവൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം പോലുള്ള പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചത് ഇത്തരത്തിലുള്ളൊരു കീഴാള അവബോധമായിരുന്നു. മനുഷ്യർ മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ടവരാണ്, മുട്ടുവളച്ചു നിൽക്കേണ്ടവരാണ്, പ്രണമിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ശ്രേഷ്ഠതാബോധത്തെ മുഴുവൻ, അത്തരത്തിലുള്ള വരേണ്യ സങ്കല്പങ്ങളെ മുഴുവൻ എതിർത്തുകൊണ്ടാണ്, അതിന്റെ മുഴുവൻ തൈവേരറുത്തുകൊണ്ടാണ് അയ്യാവൈകുണ്ഠൻ തന്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. സമത്വ സമാജം എന്നായിരുന്നു അതിന്റെ പേര് തന്നെ. സമത്വം എന്നുള്ള വാക്ക് അതിനെ അക്കാലത്ത് തന്നെ അതിന്റെ അർത്ഥഗരിമ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അയ്യാവൈകുണ്ഠൻ. നിങ്ങൾ മേൽജാതിക്കാരെ കാണുമ്പോൾ തലയിൽ കെട്ട് അഴിക്കരുത് എന്ന് അന്ന് അയ്യാവൈകുണ്ഠൻ സമത്വ സമാജത്തിന്റെ തന്റെ അനുയായികളോട് പറയുന്നുണ്ട്. അതൊരു ആത്മാഭിമാന പ്രസ്ഥാനം കൂടിയായിരുന്നു. അത് ഒരു തങ്ങളുടെ സ്വത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ആത്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന, അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു അത്. അപ്പോൾ അത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ തുടർച്ചയിലാണ് കേരളത്തിൽ ശ്രീനാരായണ പ്രസ്ഥാനവും അതിന് സമാന്തരമായി തന്നെ അയ്യങ്കാളിയുടെ പ്രസ്ഥാനവും ഒക്കെ ഉണ്ടാവുന്നത്. അയ്യങ്കാളിയൊക്കെ മുന്നോട്ട് വെക്കുന്ന സാമൂഹിക സമത്വം എന്ന് പറയുന്ന ആശയം, വസ്ത്രം ധരിക്കാനുള്ള, സമൂഹത്തിൽ പൊതുനിരത്തുകൾ ഉപയോഗിക്കാനുള്ള, പൊതുമണ്ഡലത്തിനകത്ത് സമത്വപൂർവ്വം ഇടപെടാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളിയും അദ്ദേഹം നടത്തിയിട്ടുള്ള ആ സമരങ്ങൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ദലിത് കോൺഷ്യസ്നെസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു കീഴാള അവബോധത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ കീഴാള അവബോധത്തെ അതിന്റെ തുടർച്ചയിലേക്ക് വികസിപ്പിച്ചെടുക്കാൻ കേരളത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, വിശേഷിച്ചും SNDP യോഗം, ശ്രീനാരായണ പ്രസ്ഥാനം, അതുപോലെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം, സഹോദര പ്രസ്ഥാനം, അതുപോലെ NSS പോലുള്ള നായർ സർവീസ് സൊസൈറ്റി പോലുള്ള മൂവ്മെന്റുകൾ,
പിന്നെ യോഗക്ഷേമ സഭ പോലുള്ള ഇങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ കേന്ദ്രീകരിച്ച് കേരളത്തിലുണ്ടായ സമുദായ പ്രസ്ഥാനങ്ങളൊക്കെ പിൽക്കാലത്ത് ആ സമുദായങ്ങളുടെ ശക്തിയെ സാംസ്കാരികമായും സാമൂഹികമായും വികസിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറുകയാണ് കേരളത്തിൽ സംഭവിച്ചത്. അതേസമയം കേരളത്തിലെ കീഴാള പ്രസ്ഥാനങ്ങൾ അഥവാ ദലിത് പ്രസ്ഥാനങ്ങൾ, സാധുജന പരിപാലന സംഘം പോലുള്ള പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ അവ പ്രവർത്തിച്ചത് തന്നെ, അയ്യങ്കാളി ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ഒരു ജാതി വിരുദ്ധ പ്രസ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നു. ജാതിയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനം എന്നുള്ള രീതിയിലായിരുന്നു. ആ പ്രസ്ഥാനം ചരിത്രത്തിൽ അപ്രസക്തമായി പോവുകയും അത് പിന്നെ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാതെ അസ്തമിക്കുകയും ചെയ്തു, ശിഥിലമായി പോവുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ വലിയ തോതിലുള്ള സാംസ്കാരിക മൂലധനം സ്വരൂപിക്കാൻ ഈ സമുദായങ്ങൾക്ക് സാധിച്ചില്ല. കേരളത്തിലെ ദലിത് സമുദായങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നമായത്. മറ്റു സമുദായങ്ങളൊക്കെയും, വിശേഷിച്ചും കേരളത്തിലെ നായർ സമുദായം, കേരളത്തിലെ ഈഴവ സമുദായമൊക്കെ തങ്ങളുടേതായ സാംസ്കാരിക മൂലധനത്തെ പൊതുവൽക്കരിക്കുന്നതിലൂടെ, അതിനെ കേരളത്തിൻ്റെ പൊതുമൂലധനമാക്കി മാറ്റുന്നതിലൂടെ, ഇപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, കഥകളി, കേരളീയ സദ്യ, ഈ മുല്ലപ്പൂവ്, അല്ലെങ്കിൽ പിന്നെ മുണ്ടും വെഷ്ടിയും, ഇതുപോലുള്ള വസ്ത്രം, ഭക്ഷണം, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതു മാനദണ്ഡങ്ങളിലേക്ക്, കേരളത്തിൻ്റെ പൊതുവൽക്കരണത്തിലേക്ക് എങ്ങനെയാണ് ഈ നായർ സമുദായം അല്ലെങ്കിൽ ഈഴവ സമുദായം ഒക്കെ അവരുടെ സാംസ്കാരിക മൂലധനങ്ങളെ ചേർത്ത് വെച്ചത് എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തങ്ങളുടേതായ സാംസ്കാരിക മൂലധനങ്ങളെ മൂലധന പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ കേരളത്തിലെ ദലിത് സമൂഹങ്ങൾക്കോ ആ സമൂഹങ്ങളുടെ ഭാഗമായി നിന്ന സംഘടനകൾക്കോ സാധിച്ചില്ല. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ വലിയൊരു പിന്നെ ഒരു ജ്ഞാന പാരമ്പര്യവും വലിയൊരു ആഖ്യാന പാരമ്പര്യവും വലിയൊരു സാംസ്കാരിക പാരമ്പര്യവും ഒക്കെ കേരളത്തിലെ ദലിത് സമൂഹങ്ങൾക്കുണ്ടായിരുന്നു. കാരണം കേരളത്തിൻ്റെ ഉൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളോളം പ്രവർത്തിച്ച ഒരു സമുദായമാണത്. മനുഷ്യന്റെ ഉൽപാദന ശേഷിയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി അറിവുകൾ സ്വരൂപിച്ചെടുത്ത സമുദായമാണത്. പക്ഷെ ആ അറിവുകളെയൊക്കെയും ജ്ഞാനം എന്നുള്ള രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാനോ ജ്ഞാനശാസ്ത്രപരമായി ചിട്ടപ്പെടുത്താനോ സമുദായത്തിന് സാധിച്ചില്ല. അതുപോലെ തന്നെ സാംസ്കാരികമായ വലിയ ഈടുവെപ്പുകൾ ആ സമുദായത്തിനുണ്ടായിരുന്നു. വലിയ തോതിലുള്ള മനുഷ്യ സമത്വത്തിലൂന്നിയ, മനുഷ്യന്റെ അന്തസ്സിലൂന്നിയ, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒക്കെ അങ്ങേയറ്റം പുരോഗമനാത്മകമായ ഒരു ദർശനം, ജീവിത ദർശനവും അല്ലെങ്കിൽ അത്തരം ഒരു പ്രത്യയശാസ്ത്രവും ഒക്കെ കേരളത്തിലെ ദലിത് സമൂഹത്തിനുണ്ട്. നമുക്ക് ദലിത് സമൂഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒട്ടേറെ നമുക്ക് പിൽക്കാലത്ത് ലഭ്യമായിട്ടുള്ള ആഖ്യാനങ്ങൾ, നരേറ്റീവുകൾ പരിശോധിച്ചാൽ ഇപ്പോൾ തോറ്റംപാട്ടുകൾ, ഇപ്പോൾ പൂമാദേവി പൊന്നമ്മ പാട്ട്, പൊട്ടം തെയ്യത്തിൻ്റെ പാട്ട്, ചെങ്ങന്നൂരാദി പാട്ട്, ഇതുപോലുള്ള പാട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക മനുഷ്യന്റെ അന്തസ്സിന്, മനുഷ്യന്റെ ലോകത്തിലുള്ള സമശീർഷമായ നിലനിൽപ്പിന് വളരെ വളരെ കൃത്യമായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്രത്തിന്റെ സാന്നിധ്യത്തെയാണ് നമ്മൾ ആ പാട്ടുകളിൽ കാണുക. പക്ഷേ ആ പാട്ടുകൾ സംസ്കാരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും അതേസമയം മനുഷ്യരെ ശ്രേണീകരിക്കുന്ന, ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന, മനുഷ്യർക്ക് തമ്മിൽ ശ്രേഷ്ഠതാ സങ്കല്പങ്ങൾ പകരുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രം, ഒട്ടൊക്കെ പറഞ്ഞാൽ മനുഷ്യവിരുദ്ധമായൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ പൊതു പ്രത്യയശാസ്ത്രമായി, പൊതു സാംസ്കാരിക പ്രത്യയശാസ്ത്രമായി മാറുകയും ചെയ്തു എന്നുള്ളതായിരുന്നു നമുക്ക് സംഭവിച്ച വൈരുദ്ധ്യം. യഥാർത്ഥത്തിൽ ദലിത് ആഖ്യാനങ്ങൾ ധാരാളം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആഖ്യാനങ്ങളെ സാംസ്കാരിക മൂലധനമായി പരിവർത്തിപ്പിക്കാൻ, അതിനെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ, അതിനെ കൊണ്ടുവരാൻ, അതിനെ പൊതുവൽക്കരിക്കാൻ കേരളത്തിലെ ഈ പറയുന്ന കീഴാള നവോത്ഥാനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് സാധിച്ചില്ല എന്നുള്ളിടത്താണ് കേരളത്തിൽ ദലിത് അവബോധത്തിന്റെ ഒരു പരാജയം സംഭവിച്ചത്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ കേരളത്തിൽ ദലിത് വിമർശനം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ ദലിത് വിമർശനം
യഥാർത്ഥത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊള്ളുന്നത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ദലിത് ആഖ്യാനങ്ങൾ ഇല്ലാതെ പോയത് എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ്. കേരളത്തിൽ ദലിത് ആഖ്യാനങ്ങൾ ഇല്ലാതെ പോയതാണോ അതോ അവയെ തമസ്കരിച്ചതാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരളത്തിലെ ദലിത് ആഖ്യാനങ്ങൾ യഥാർത്ഥത്തിൽ അഭാവമാണോ നിരാസമാണോ ഉണ്ടായത്? ദലിത് ആഖ്യാനങ്ങൾ ഇല്ലാത്തതാണോ അതോ ഉള്ള ആഖ്യാനങ്ങളെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ പുറന്തള്ളിക്കളഞ്ഞതാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. യഥാർത്ഥത്തിൽ പൊയ്കയിലപ്പച്ചൻ ചോദിക്കുന്ന വളരെ പ്രസിദ്ധമായ ചോദ്യമുണ്ടല്ലോ, കാണുന്നീലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ, എൻ്റെ വംശത്തിൻ കഥയെഴുതി വെച്ചിടാൻ പണ്ട് ഈ ഉർവിയിൽ ആരുമില്ലാതെ പോയല്ലോ. അത് ഒരു ചോദ്യമാണ്, അതൊരു പ്രശ്നമാണ്, ഒരു പരിദേവനവുമാണ്, ഒരു വിലാപവുമാണ്. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് എൻ്റെ വംശത്തിൻ്റെ ചരിത്രം മാത്രം, എൻ്റെ വംശത്തിൻ്റെ കഥ മാത്രം ഇവിടെ കാണാതെ പോകുന്നത്? മറ്റൊട്ടേറെ വംശങ്ങളുടെ കഥകൾ ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ എൻ്റെ വംശത്തിൻ്റെ കഥകൾ മാത്രം എഴുതി വെക്കാൻ ആളില്ലാതെ പോയത് എന്തേ എന്നാണ് ചോദ്യം. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ദലിത് ആഖ്യാനങ്ങൾ എത്രയോ കാലമായി, എത്രയോ നൂറ്റാണ്ടുകൾ ഇവിടെ ജീവിച്ച ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, അതിജീവിക്കുന്ന ഏത് ജനതയ്ക്കും ആ ജീവിതത്തിന് ആധാരമായി ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്രം ഉണ്ടായിരിക്കും, അവരുടേതായ ഒരു ജീവിത ദർശനം ഉണ്ടായിരിക്കും, അവരുടേതായ ആഖ്യാനങ്ങൾ ഉണ്ടായിരിക്കും, പാട്ടുകളുണ്ടായിരിക്കും, മിത്തുകളുണ്ടായിരിക്കും. അത്തരത്തിലുള്ള മിത്തുകളും പാട്ടുകളും ഒക്കെ എന്തുകൊണ്ടാണ് ആഖ്യാന പദവി കൈവരിക്കാതെ പോയത്, എന്തുകൊണ്ടാണ് അവ നരേറ്റീവുകളായി നമ്മുടെ ചരിത്രത്തിൽ ഇല്ലാതെ പോയത് എന്ന ചോദ്യമാണ് പൊയ്കയിലപ്പച്ചൻ ഉയർത്തുന്നത്. ആ ചോദ്യത്തിൽ നിന്നാണ് കേരളത്തിലെ ദലിത് വിമർശനം ഉത്ഭവിക്കുന്നത്. അല്ലെങ്കിൽ കേരളത്തിലെ ദലിത് വിമർശനത്തിൻ്റെ ആരംഭം കുറിച്ച ചോദ്യമാണ് പൊയ്കയിലപ്പച്ചൻ്റെ ഈ പാട്ട് എന്നർത്ഥം. സാഹിത്യചരിത്ര വിജ്ഞാനീയത്തെ, നമ്മുടെ ഇത്രയും കാലത്തെ സാഹിത്യചരിത്രത്തിലെ എല്ലാത്തരം മേൽക്കോയ്മകളെയും ചോദ്യം ചെയ്യുന്ന, എതിർക്കുന്ന, അതിനെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ആ പാട്ടിൽ പൊയ്കയിലപ്പച്ചൻ സ്വീകരിക്കുന്നത്. മലയാളത്തിലെ ദലിത് വിമർശനത്തിൻ്റെ ആദ്യ രൂപം നമ്മൾ ആ ചോദ്യത്തിൽ കാണുക തന്നെ ചെയ്യും. ദലിത് വിമർശനത്തിൻ്റെ ഈ പറയുന്ന അപ്പച്ചൻ മുന്നോട്ട് വെച്ച ഈ കാഴ്ചപ്പാടിൻ്റെ, എന്തുകൊണ്ട് ദലിത് ആഖ്യാനങ്ങൾ ഇല്ലാതെ പോയി എന്നുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി പിന്നീട് ആ ചോദ്യത്തിൻ്റെ തുടർച്ചയിൽ പിന്നീട് നിരവധി ആഖ്യാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ അതിനെയാണ് ദലിത് സാഹിത്യം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അത്തരത്തിലൊരു ദലിത് സാഹിത്യവും ദലിത് സൗന്ദര്യശാസ്ത്രവും പിന്നീട് രൂപമെടുക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ പോലുള്ളവർ തുടങ്ങി വെച്ച സഹോദരന്റെ പാട്ടുകൾ, പണ്ഡിറ്റ് KP കറുപ്പന്റെ കവിത, മൂലൂർ അസ്മത്പനാഭ പണിക്കരുടെ കവിത, പള്ളത്തുരാമൻ, കുമാരനാശാൻ, ഉള്ളൂരും വള്ളത്തോളും അടക്കം എഴുതിയിട്ടുണ്ട്. ജാതി വിരുദ്ധതയെ മുൻനിർത്തിയിട്ട് അക്കാലത്തിൻ്റെ ഒരു പൊതുബോധമായിരുന്നത്, നമ്മുടെ ആധുനികതയുടെ, വിശേഷിച്ച് നമ്മുടെ ദേശീയ ബോധത്തിൻ്റെ ഒക്കെ ഒരു കാതലായ ഒരു ബോധമായിരുന്നു ഈ ജാതി വിരുദ്ധ ബോധം എന്ന് പറയുന്നത്. പക്ഷെ അത് ഏറെക്കുറെ പൊള്ളയായിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് നമ്മൾ ആധുനികതാ വിമർശന പഠനങ്ങളിലൊക്കെ നമ്മളത് കാണും. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ജാതി വിരുദ്ധതയെ മുൻനിർത്തിയിട്ട് ഇവരൊക്കെ എഴുതിയിട്ടുണ്ട്. ഉള്ളൂർ എഴുതിയിട്ടുണ്ട്, വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത്തരം എഴുത്തുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവ പലപ്പോഴും ഒരു സഹാനുഭൂതിയെ മുൻനിർത്തിയിട്ടുള്ള എഴുത്തുകളായിരുന്നു. ഇവരും മനുഷ്യരല്ലേ, അവർക്കും അവകാശങ്ങളില്ലേ എന്നുള്ള മനുഷ്യസഹജമായ ഒരു സഹാനുഭൂതിയെ മാത്രം മുൻനിർത്തിയിട്ട് എഴുതിയ എഴുത്തുകളായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഭിന്നമായിട്ട് യഥാർത്ഥത്തിലുള്ള ദലിത് അവബോധത്തിലൂന്നിയ എഴുത്തുകൾ രൂപം കൊള്ളുന്നത് പ്രതിരോധത്തെ മുൻനിർത്തിയിട്ട് എഴുതാൻ തുടങ്ങുമ്പോഴാണ്. നമ്മളത് പണ്ഡിറ്റ് KP കറുപ്പനിലും മൂലൂർ പത്മനാഭ പണിക്കരിലും ഒക്കെ നമ്മളത് കാണും. അവരുടെയൊക്കെ എഴുത്തുകളിൽ ദലിത് പ്രതിരോധത്തിന്റെ സാന്നിധ്യം നമ്മൾ കാണും. KP കറുപ്പനെ പോലുള്ള ആളുകൾ ഇപ്പം ജാതിക്കുമ്മി എഴുതുമ്പോൾ ജാതിക്കുമ്മിയുടെ ഒരു വലിയ പരിമിതി യഥാർത്ഥത്തിൽ കറുപ്പൻ ആധാരമാക്കുന്നത് വേദാന്തത്തെ തന്നെയാണ്. വേദാന്തത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിലെ ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്യുകയാണ്. വേദാന്തം കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ചോദ്യം ചെയ്യാൻ വേദാന്തത്തെക്കാൾ മികച്ച ഈടുവെപ്പുകൾ ദലിത് സമൂഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു കേരളത്തിലെ. അത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ കേരളത്തിലെ ദലിത് സമൂഹത്തിന്റെ കയ്യിലുണ്ട്.
മനുഷ്യന്റെ സമത്വത്തിലൂന്നിയ, മനുഷ്യന്റെ സമശീർഷതയിലൂന്നിയ, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പരസ്പര വിനിമയ ബന്ധത്തിലൂന്നിയ ഒരു പ്രത്യയശാസ്ത്രവും ദർശനവും ഉണ്ടായിരുന്നു. ആ ദർശനത്തെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ നിലനിൽക്കുന്ന ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തെ എതിർത്തിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ദലിത് പ്രത്യയശാസ്ത്രത്തിന് ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്ര പദവി ലഭിക്കുമായിരുന്നു. പക്ഷേ അക്കാലത്തെ ചരിത്രപരമായ പരിമിതികളുടെ പശ്ചാത്തലത്തിൽ KP കറുപ്പനെ പോലുള്ളവർ ചെയ്തത് നിലവിലിരിക്കുന്ന ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അവരുപയോഗിച്ചത് വേദാന്തത്തെ തന്നെയാണ്. വേദാന്തത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ അതിന് വീണ്ടും സ്ഥാനികത്വം നൽകിക്കൊണ്ട്, അതിന് വീണ്ടും ആധികാരികത നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മറിച്ച് തങ്ങളുടേതായ സാംസ്കാരിക ഈടുവെപ്പുകളെ ഉപയോഗിച്ചുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഈ സാംസ്കാരിക ഈടുവെപ്പുകൾ ഒരു സാംസ്കാരിക മൂലധനമായി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാതെ പോയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഗദ്യസാഹിത്യം വികസിക്കുന്നതോട് കൂടിയിട്ട് ദലിത് സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ ദലിത് അവബോധം, ദലിത് സാഹിത്യമൊക്കെ വളരെ വലിയ തോതിൽ ശക്തി ആർജിക്കുന്നുണ്ട്. വിശേഷിച്ചും നമ്മുടെ നോവലിൻ്റെയൊക്കെ, മലയാളത്തിലെ നോവൽ സാഹിത്യത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ ഘാതകവധം തൊട്ട് പുല്ലേലി കുഞ്ചു, അതുപോലെ പിന്നെ പരിഷ്കാര വിജയം, അതുപോലെ പിന്നെ സുകുമാരി, ഇങ്ങനെ തുടങ്ങിയിട്ട് അക്കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും നമ്മുടെ ആദ്യകാല നോവലുകളൊക്കെയും യഥാർത്ഥത്തിൽ വലിയ തോതിൽ ദലിത് അവബോധത്തെ കൂടി, വിശേഷിച്ചും ഒരു മതപരിവർത്തനത്തെ മുൻനിർത്തിയിട്ട് പിന്നെ ദലിത് അവബോധത്തെ വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച നോവലുകളായിരുന്നു അവയൊക്കെ. നാടകരംഗത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് KP കറുപ്പന്റെ തന്നെ ബാലാകലേശം നാടകം എന്ന് പറയുന്നത് ആദ്യമായി ഒരു പുലയനായ ഒരു കഥാപാത്രം ആദ്യമായി നാടകവേദിയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ബാലാകലേശം നാടകമൊക്കെ അക്കാലത്ത് വലിയ എതിർപ്പുകൾക്കിടയാക്കുകയുണ്ടായി. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ദലിത് കോൺഷ്യസ്നെസ് വികസിച്ച് വരികയാണ്. ദലിത് സാഹിത്യം ആ രീതിയിലേക്ക് വികസിക്കുകയായിരുന്നു അക്കാലത്ത് സംഭവിച്ചത്. അതിന്റെ ഭാഗമായാണ് ദലിത് വിമർശനം ഉണ്ടാവുന്നത്. ദലിത് വിമർശനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി തന്നെ രണ്ട് മുഖങ്ങളുള്ള ഒരു സമീപനമാണ്. രണ്ട് ദിശകളിലാണ് ദലിത് വിമർശനം പ്രവർത്തിക്കുന്നത്. അത് ഏറ്റവും പ്രാഥമികമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്ന്, നിലനിൽക്കുന്ന സവർണ സാഹിത്യ വ്യവഹാരങ്ങളെ വിമർശനത്തിന് വിധേയമാക്കുക, അവ അപനിർമ്മിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒന്നാമത്തെ വശം അതായിരുന്നു. അത് ഇന്ത്യയിലുടനീളം നടന്നിട്ടുണ്ട് കേട്ടോ. ആ കാലത്ത് ദലിത് വിമർശനം രൂപം കൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലുടനീളം ഇത് സംഭവിച്ചിട്ടുണ്ട്. വിശേഷിച്ച് നമ്മുടെ പുരാണങ്ങൾ എങ്ങനെയാണ് ദലിത് വിരുദ്ധങ്ങളായി തീരുന്നത്, എങ്ങനെയാണ് പിന്നെ അവയിൽ ദലിതർ മാത്രം നീച കഥാപാത്രങ്ങളായി മാറുന്നത്, അവരെ വധിക്കുന്നത് എങ്ങനെയാണ് പാപമല്ലാതായി തീരുന്നത്, എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ആര്യവംശത്തിന്റെ ഔദാര്യത്താൽ മാത്രം, ദയവിനാൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ആളുകളായി തീരുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ അക്കാലത്ത് മഹാത്മാഫൂലയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഹാത്മാഫൂലെയൊക്കെ വലിയ ആക്രമണ സ്വഭാവത്തിലുള്ള അഗ്രസീവായ വിമർശനങ്ങളാണ് അക്കാലത്ത് ഉന്നയിക്കുന്നത്. വിശേഷിച്ചും നമ്മുടെ ഇതിഹാസങ്ങൾക്ക് നേരെ, മഹാഭാരതത്തിനും രാമായണത്തിനും നേരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിന്റെ തുടർച്ച ദക്ഷിണേന്ത്യയിലും ഉണ്ടാവുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ പെരിയോർ ഇ.വി. രാമസ്വാമി നായ്ക്കരെ പോലുള്ള ആളുകൾ അക്കാലത്ത് ഈ ഇതിഹാസങ്ങൾ കത്തിക്കുന്നുണ്ട്. ഈ ഇതിഹാസങ്ങളെ നിശിതമായി ചോദ്യം ചെയ്യുന്നുണ്ട്, വിമർശനത്തിന് വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാമ്പ്രദായികമായ സവർണ വ്യവഹാരങ്ങളെ, അധീശത്വം പുലർത്തുന്ന, മേൽക്കോയ്മ പുലർത്തുന്ന ധാരണകളെ പുനരുൽപാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ആ ധാരണകളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഈ പറയുന്ന അധീശ സവർണ സാഹിത്യ വ്യവഹാരങ്ങളെ വളരെ കൃത്യമായി വിമർശനത്തിന് വിധേയമാക്കുക എന്നുള്ളത് ദലിത് വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു വശം അതായിരുന്നു. രണ്ടാമത്തേത് ഒരു ദലിത് പ്രത്യയശാസ്ത്ര നിർമ്മിതിയാണ്. എങ്ങനെയാണ് ദലിത് ജീവിതത്തിന്റെ ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്രം, ഒരു കീഴാള സാംസ്കാരിക പ്രത്യയശാസ്ത്രം, മനുഷ്യ സമത്വത്തിലൂന്നിയ, മനുഷ്യനും പരിസ്ഥിതിയുമായുള്ള ബന്ധത്തിലൂന്നിയ, മനുഷ്യർക്കിടയിൽ തമ്മിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള, മനുഷ്യർ തമ്മിലുള്ള അധികാര ബന്ധങ്ങളെ തിരുത്തി എഴുതുന്ന തരത്തിലുള്ള ഒരു പുതിയ പ്രത്യയശാസ്ത്രം. അത് നമുക്കാണ് പുതിയത്.
ദലിത് ജീവിതത്തിന്റെ ഭാഗമായി എത്രയോ കാലം നിലനിന്ന ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തെ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതും ദലിത് വിമർശനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള കീഴാള ചിന്തകരിൽ പ്രമുഖനായ കാഞ്ചായിലയെ പോലുള്ള ആളുകളൊക്കെ അത്തരം ഒരു സങ്കല്പം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരം ഒരു കീഴാള വിമർശനത്തിന്റെ ഒരു അത്തരം ഒരു രണ്ട് വശങ്ങളെ കാഞ്ചായിലയെ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ മലയാളത്തിൽ പലപ്പോഴും ദലിത് വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ വശത്തിൽ തങ്ങി നിൽക്കുകയും രണ്ടാമത്തെ വശം ഒരു കീഴാള സാംസ്കാരിക പ്രത്യയശാസ്ത്രം വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന വശം താരതമ്യേന അവഗണിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. പക്ഷേ പുതിയ കാലത്ത് ദലിത് വിമർശനവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ ചലനങ്ങൾ, വിശേഷിച്ചും ഉത്തരാധുനിക കാലത്ത് രൂപപ്പെട്ടിട്ടുള്ള നിരവധി പുതിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചെറുതുകളുടെ ആഘോഷവേദിയായി തീർന്ന ലോകം. അങ്ങനെയാണ് സ്ത്രീകളുടെ പുതിയ മുന്നേറ്റങ്ങൾ. സ്ത്രീകളുടെ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് എല്ലാത്തരം സ്ത്രീകൾക്കും ഒറ്റ തരത്തിലുള്ള ഏകദിശീയമായ മുന്നേറ്റമല്ല ഉണ്ടാകുക. ആലീസ് വാക്കറിനെ പോലുള്ള ഫെമിനിസ്റ്റ് ചിന്തകരൊക്കെ എങ്ങനെയാണ് ഫെമിനിസം ബഹുത്വത്തിൽ അധിഷ്ഠിതമാവുന്നത് എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ചിതറിപ്പോയ മനുഷ്യരുടെ കൂട്ടായ്മകൾ, ട്രാൻസ്ജെൻഡേഴ്സിന്റെ മൂന്നാം ലിംഗം എന്നൊക്കെ നമ്മൾ ഒരു കാലത്ത് വിളിച്ചിരുന്ന, ഇന്ന് കുറെ കൂടി രാഷ്ട്രീയമായ ട്രാൻസ്ജെൻഡർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം മനുഷ്യരുടെ അവരുടെ ജീവിതം, ഇത്തരത്തിൽ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒട്ടേറെ മനുഷ്യരുടെ, അത് ലിംഗപരമാവാം, അത് വംശപരമാവാം, അത് ഏതെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ അധസ്ഥിതത്വമാവാം, അത് അരികുവൽക്കരണമാവാം, അത്തരത്തിൽ മാർജിനലൈസ്ഡായി നിൽക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും കൂട്ടായ്മകളോട് കൈകോർത്ത് പിടിക്കാൻ പുതിയ കാലത്ത് ദലിത് അവബോധം അല്ലെങ്കിൽ ദലിത് വിമർശനം ഒക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ മനുഷ്യന്റെ സമത്വത്തെ മുൻനിർത്തുന്ന, മനുഷ്യന്റെ സമത്വത്തിൽ അധിഷ്ഠിതമായ കുറെ കൂടി പുരോഗമനാത്മകമായ ഒരു സാംസ്കാരിക പ്രത്യയശാസ്ത്രം ദലിത് വിമർശനത്തിന്റെ ഭാഗമായി രൂപം കൊള്ളുമെന്നുള്ള പ്രത്യാശയോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.